ചവിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന മതിയായിരുന്നു അല്ലേ അല്ലേ? നമ്മൾ അറിഞ്ഞത് പോലും ഇല്ല എന്നൊരു ഭാവത്തിലേ. ഇതുപോലൊരു യാത്ര നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പോയി നോക്കണം. നല്ല വെയിലാണ്. അങ്ങോട്ട് നമ്മൾ വടക്കോട്ട് പോകും തോറും നല്ല കാർമേഘങ്ങളും കാണാം. ഞങ്ങൾ ഏകദേശം 1 മാസത്തിനുള്ളിൽ ഇതുപോലെ എല്ലാ മാസങ്ങളും ഓരോ സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള റോഡ് നാഷണൽ ഹൈവേയിൽ മണ്ണൂത്തി പാലക്കാട് അങ്ങനെ ഉള്ള റോഡുകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പം മണ്ണൂത്തി പരിസരത്തു കൂടിയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ണൂത്തി മണ്ണൂത്തി കൂടി പോകുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ 2 സൈഡിലും കാണാം. നല്ല മലകളും ഒരു സൈഡിൽ പുഴകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ അങ്ങ് അകലെ മഴക്കാറുകളും കാണുന്നുണ്ട്. നല്ല ചെറിയതായിട്ട് തണുപ്പും വരുന്നുണ്ട്. ഇതില് ഇപ്പൊ നമ്മൾ ഒരു 1 മണി ടൈമാണ് ഇതിലെ പോയിക്കൊണ്ടിരിക്കുന്നത്. 1-1.5 മണിയായി കാണും. നമ്മൾ പോകുമ്പോൾ എപ്പോഴും രാവിലെ പോവുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതായത് നല്ല ഭംഗി പോലത്തെ. വീണ്ടും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ യാത്രയിൽ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ തുരങ്കപാതയിലൂടെയുള്ള യാത്രയായി. തുരങ്കം എത്താറായിട്ടുണ്ട്. ഇത് നമ്മൾ ഇത് കാണുമ്പോൾ അറിയാം. ഈ റോഡിൻ്റെ 2 വശങ്ങളിലുള്ള ഇതൊക്കെ 2 വശങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. നല്ല നല്ല പ്രകൃതി ഉള്ള നല്ല കാഴ്ചകളാണ്. നെൽപ്പാടങ്ങളും എല്ലാമായിട്ടുള്ള ഇതാണിത്. ഇത് കണ്ടോ, ഇത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള നല്ല നല്ല ബിൽഡിങ്ങുകളും ഒരു സൈഡിൽ മലകളും ഒക്കെ ആയിട്ടൊരു ബ്രിഡ്ജാണിത്. ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കയ്യാനോട് ഇടയ്ക്ക് കൈ വേണ്ടുണ്ടായി. ഇതാണിത്. എന്നാലും ഞാൻ ഇത് കുതിരാൻ വരെയുള്ള ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണേ. കുതിരാൻ കഴിയുമ്പോൾ നമ്മൾ മാറുവേ. ഇതൊരു 5 മിനിറ്റുള്ള വീഡിയോ മാത്രം ഞാൻ ഇപ്പോൾ എടുക്കുന്നത് പോലെ. അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ്. വീണ്ടും ഈ റോഡ് മോശമായി. കുതിരാനിലേക്ക് പോകുന്ന റോഡ് വീണ്ടും ഒരു ചെറിയൊരു ഇതൊക്കെ ആയിട്ട് മോശമായി. റോഡ് ഒരു സൈഡിൽ റോഡ് പണിയാക്കുന്നതുകൊണ്ടായിരിക്കാം. ഇത് കുതിരാനുള്ള മുമ്പുള്ളൊരു പാലമാണ്. ചെറിയൊരു പാലം. അത് മുകളിൽ കൂടി വാട്ടറൊക്കെ പോകുന്നൊരു ഇതാണ്. ഇത് കണ്ട കുതിരാനത്തിന് മുമ്പുള്ളൊരു പാലം കാണാൻ പറ്റുന്നുണ്ട്. അത് പഴയ ബ്രിട്ടീഷുകാർ വന്ന പാലമാണിത്. ഒരു ബ്രിട്ടീഷുകാർ വന്നപ്പോഴുള്ള ഇതാണ്. ഇതിൻ്റെ അടിയിൽ കൂടിയുള്ള യാത്ര നമ്മളിങ്ങനെ പോകുമ്പോൾ പല പല ഘട്ടങ്ങളായിട്ട് കണ്ടു. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയി കഴിഞ്ഞ് ഇത് കഴിയുമ്പോഴാണ് പുതിയ കുതിരാനിലേക്കുള്ള യാത്ര നമ്മൾ എത്തിയിരിക്കുന്നു. കുതിരാൻ്റെ വഴികൾ കണ്ടാൽ കുതിരാൻ 2 സൈഡിലും ഇതാണ് കുതിരാൻ്റെ ഒരു ഫ്രണ്ട് വശമായി കാണും. കുതിരാൻ എല്ലാ സംരംഭകരെയും ചേർത്ത് പിടിക്കാൻ എല്ലാം എളുപ്പവഴി.
ഉണ്ട് സെയിലിനും കുതിര. പുറത്തേക്ക് കടക്കാൻ വേണ്ടി ഒരു പുതിയ വഴി ഉണ്ട് ഇവിടെ. അതായത് എളുപ്പവഴി. ഇപ്പോൾ നമുക്ക് എക്സിറ്റ് അടിക്കണമെങ്കിൽ ഈ കുതിരാൻ്റെ മെയിൻ സെൻറ്ററിൽ കൂടി ഒരു റോഡിലേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകേണ്ടി കണ്ടോ. ഇതിൽ കൂടി നമുക്ക് അപ്പുറത്ത് കിടക്കാം. വീണ്ടും ഇങ്ങനെ പോകുന്നു. അങ്ങനെ കാറുകളും അതായിട്ട് നല്ല ഭംഗിക്ക് അടിപൊളിയായിട്ട് കൈ വിറക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വന്നത്. കുതിരാനാണ് കുറേ ഏകദേശം ഒരു 1/2 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ടാവുന്നു. 1/2 കിലോമീറ്റർ താഴെ കാണുമായിരിക്കും. അതിനിടയ്ക്ക് എൻഡ് കാണുന്നുണ്ട്. കുറച്ചങ്ങോട്ട് പോകണം. പറഞ്ഞെങ്കിൽ കുതിരാൻ്റെ മോളൊക്കെ ഉണ്ടല്ലോ. മോളൊക്കെ നല്ല കോൺക്രീറ്റിൽ നല്ല സെറ്റപ്പായിട്ട് പണിതിട്ടുണ്ട്. നിങ്ങൾ വെട്ടം കൂടി വരുന്നുണ്ട്. വെട്ടം കൂടി വരുമ്പോൾ അങ്ങനെ അകത്തേക്ക് വെട്ടം കണ്ടല്ല സെറ്റപ്പ് കുതിര. ഓടിക്കാവോ സാർ? ചെടിച്ചട്ടി എവിടെയാണെന്ന് എവിടെയെങ്കിലും ഉള്ളതെന്ന് ഇവിടെ ഒന്നുമില്ല.